ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ വഴികാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് പടിഞ്ഞാറത്തറ സൈഡിലുള്ള ഒരു 9 റൂംസ് കോട്ടേജ് പ്രോപ്പർട്ടിയിലേക്കാണ്. അപ്പോൾ നമുക്ക് പ്രോപ്പർട്ടിയുടെ റൂംസും കാര്യങ്ങളൊക്കെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. അതുപോലെ തന്നെ ഈ പ്രോപ്പർട്ടിയുടെ വേറൊരു പ്രത്യേകതയാണ്, നിങ്ങൾക്ക് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാം, നല്ല വിശാലമായ പാർക്കിംഗ് ഏരിയ എന്നൊക്കെ പറയുന്ന പോലെ ഒരു 49 സീറ്റിന്റെ ബസ് വരെ ഇവിടെ വരും. അത്യാവശ്യം എല്ലാ തരം ബസ്സുകളും ഇവിടെ വരും. അപ്പോൾ നിങ്ങളൊരു ഗ്രൂപ്പൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ പാർക്കിംഗ് ഫെസിലിറ്റിയുടെ കാര്യത്തിൽ നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട, ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോരെ. നല്ല വിശാലമായ പാർക്കിംഗ് ഏരിയ ഉണ്ട്. നമ്മൾ ഏതൊരു പ്രോപ്പർട്ടി ചൂസ് ചെയ്യുമ്പോഴും നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു സംഭവമാണ് അവിടുത്തെ സ്വിമ്മിംഗ് പൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോപ്പർട്ടിയിലും നല്ല ഭംഗിയായിട്ടൊരു സ്വിമ്മിംഗ് പൂൾ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇത് പൂളിലേക്ക് പോകുന്ന വഴിയാണ്. ഇതാണ് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂൾ വരുന്നത്. പൂൾ എന്ന് പറയുന്നത് അവിടുത്തെ അവിടുത്തെ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ടൈൽ വർക്കാട്ടോ. എനിക്ക് ഇവിടുത്തെ ടൈല് ഭയങ്കര ഇഷ്ടമായി. നല്ല അടിപൊളിയായിട്ട് ടൈല് വെള്ളത്തിൽ ഉള്ളിലുള്ള ടൈല് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ അവിടെ നോക്കിയാൽ കാണാം ആ സൈഡിൽ അവരൊരു കിഡ്സ് പൂൾ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ നല്ല ഫീറ്റുള്ള 5.5 ഡെപ്ത് ഉണ്ട്. നല്ല ഫീറ്റ്, നല്ല നീളമുള്ള പൂളാണ്. അപ്പോൾ നമുക്ക് പൂളിൽ അത്യാവശ്യം നല്ലൊരു ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ഏതൊരു പ്രോപ്പർട്ടിയിൽ പോകുമ്പോൾ കിഡ്സിനെ കൊണ്ടൊക്കെ പോകുമ്പോൾ നമ്മൾ ഫസ്റ്റ് അവർക്ക് പ്രയോറിറ്റി കൊടുക്കുന്നത് കിഡ്സ് പ്ലേ ഏരിയ ആണ്. അപ്പോൾ കിഡ്സ് പ്ലേ ഏരിയ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടിയിൽ അവർ നല്ല ഭംഗിയായിട്ട് കിഡ്സ് പ്ലേ ഏരിയ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് അവിടെ ഒരു സ്വിംഗ് ഉണ്ട്, അതുപോലെ ഇതെവിടെ കിഡ്സിന് കളിക്കാൻ പറ്റിയ ഒരു റൈഡ് ഉണ്ട്, പിന്നെ സ്ലൈഡർ, പിന്നെ അതുപോലെ തന്നെ സീസോ, അങ്ങനെ നല്ല കിഡ്സ് പ്ലേ ഏരിയ നല്ല ഭംഗിയായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കിഡ്സിനെ കൊണ്ടൊക്കെ വരുമ്പം തീർച്ചയായിട്ടും കിഡ്സൊക്കെ നല്ല ഹാപ്പി ആയിരിക്കും അവിടെ വന്നാൽ. അടുത്തതായിട്ട് നമ്മൾ വരുന്നത് ഇവിടുത്തെ ഡൈനിങ് ഏരിയയിലേക്കാണ്. അതായത് ഒരു 20-25 പാക്സ് വരെ നമുക്ക് സുഖമായിട്ട് ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ പാകത്തിനാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. പ്രോപ്പർട്ടിയുടെ സെൻട്രലായിട്ടാണ് റെസ്റ്റോറൻറ്റ്, അത് ഓപ്പൺ റെസ്റ്റോറൻ്റ് ആണ്. അപ്പം നല്ല ഭംഗിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പ്രോപ്പർട്ടിയുടെ വേറൊരു മെയിൻ സവിശേഷതയാണ്, ഈ പ്രോപ്പർട്ടിയിൽ ഒരു നല്ല ഭംഗിയായിട്ട് ഒരു ബാങ്കറ്റ് ഹാൾ ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാ പ്രോപ്പർട്ടിയിലും ബാങ്കറ്റ് ഹാള് റെയർ ആണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടിയിൽ ഇവർ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു ബർത്ത്ഡേ ഫംഗ്ഷനോ അല്ലെങ്കിൽ ഒരു മാരേജ് ഫംഗ്ഷനോ ഇപ്പം നിങ്ങളൊരു ഗ്രൂപ്പായിട്ടൊന്ന് ഗ്യാദർ ചെയ്യാനൊക്കെ ആയിട്ടായിട്ട് സ്ട്രേറ്റ് നല്ലൊരു ബാങ്കറ്റ് ഹാൾ ചെയ്തിട്ടുണ്ട്. അപ്പം നല്ല ഭംഗിയായിട്ട് അവർ ചെയറൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടിയിൽ വരുവാണെങ്കിൽ ഒരു ചെറിയൊരു ക്രിക്കറ്റ് ടെറഫൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ച് നേരം ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ നല്ല ഭംഗിയായിട്ട് ഒരു ക്രിക്കറ്റ് കളിക്കാൻ പറ്റുന്ന നല്ലൊരു ഒരു ടെറഫ് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇരിക്കുന്നത് ഇവരുടെ ചെറിയൊരു ഇൻഡോർ ഗെയിംസ് ഏരിയയിലാണ്. അതായത് ഇവിടെ ഒരു ക്യാരംസ് ഓപ്പൺ പ്ലേസ് ആണ്. ഇവിടെ ഒരു ക്യാരംസ് കൊണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് തന്നെ ഒരു വാട്ടർ ഫൗണ്ടൻ നിങ്ങൾക്ക് കാണാം. അതിൽ വെള്ളമൊക്കെ വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ താഴെ ഒരു ആമ്പൽക്കോളവും അതിനകത്ത് ചെറിയ ഫിഷൊക്കെ ഉണ്ട്. അപ്പം നൈറ്റൊക്കെ ഇവിടെ ഇരിക്കാൻ നല്ല ആംബിയൻസ് ആയിരിക്കും. അതുപോലെ എൻ്റെ ബാക്ക്ഗ്രൗണ്ട്, എൻ്റെ ബാക്ക് സൈഡ് നോക്കി കാണാം. ബാക്ക് സൈഡ് മൊത്തം കോഫി പ്ലാന്റേഷൻസ് ആണ്. നമുക്ക് നല്ല റിലാക്സ് ആയിട്ട് ഇരിക്കാൻ പറ്റിയ നല്ലൊരു ഏരിയ ആണ്. അത് നല്ലൊരു ഏരിയയിലാണ് ഇവർ ഈ ക്യാരംസ് സെറ്റ് ചെയ്തത്. ഇത് റിസോർട്ടിന്റെ സെന്ററിലുള്ളൊരു പോർഷനാണ്. അതായത് ഇതൊരു കിണറാണ്. ആ കിണർ അവർ ഭംഗിയായിട്ട് അതിന്റെ ചുറ്റും, അതായത് നമ്മുടെ പണ്ടത്തെ ആവനാഴിയുടെ ഷേപ്പിലൊക്കെ നല്ല ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന്റെ ഈ ഒരു സൈഡിലായിട്ട് ഒരു സിറ്റിംഗ് ഏരിയ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ സെന്ററിലൊക്കെ ആയിട്ട് ഇരിക്കാം. ഒരു ഈവനിങ് ടൈമിലൊക്കെ ഇരിക്കാൻ നല്ല ആംബിയൻസ് ആണ്. നല്ല ഭംഗിയായിട്ട് അവർ സെന്ററിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പ്രോപ്പർട്ടിയിൽ നമുക്ക് നേച്ചർ വാക്കിനൊക്കെ പറ്റി നല്ലൊരു പാത്ത് വേ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീനിൽ തന്നെ കാണാൻ പറ്റും. നല്ല ചുറ്റും നല്ല പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട് നടക്കുന്ന വഴിയൊക്കെ നല്ല കല്ലൊക്കെ പാകി നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നല്ലൊരു പാത്ത് വേ, നമുക്ക് ഈവനിങ്ങോ മോർണിംഗോ ഒക്കെ നല്ല റിലാക്സ് ആയിട്ട് നടക്കാൻ പറ്റിയ നല്ലൊരു ഏരിയ. ഞാൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇവിടുത്തെ സിംഗിൾ കോട്ടേജിന്റെ ഫ്രണ്ടിലേക്കാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സിംഗിൾ കോട്ടേജിന്റെ സിറ്റ് ഔട്ട് ഏരിയ. ഈ സിറ്റ് ഔട്ട് ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഫ്രണ്ടേജ് വലിയൊരു റിവർ ഉണ്ട്. ഇതിന്റെ ഫ്രണ്ടിൽ നല്ലൊരു വ്യൂ ആണ് അവിടെ. അതുപോലെ ഫുള്ള് ട്രീസ് ഒക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റൂമിലേക്ക് കയറാം. റൂമിന്റെ ഫെസിലിറ്റീസ് എന്തൊക്കെയാന്ന് നോക്കാം. അതായത് AC റൂമാണ്, എയർ കണ്ടീഷൻ റൂമാണ്. റൂമിലേക്ക് കയറി വരുമ്പോൾ തന്നെ
ഇവിടെ ഒരു സിറ്റിംഗ് ഏരിയ ഉണ്ട്. നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ടി വി ഒക്കെ കാണാം. ഇവിടെ ടി വി ഒക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ ഇവരുടെ ടീ കോഫി സർപ്രൈസ്, ഇവരുടെ ടേബിള്, ചെയറൊക്കെ നല്ല ഒരു സിറ്റിംഗ് ഏരിയ പോലെ, സിറ്റ് ഔട്ട് ഏരിയ പോലെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനി മെയിൻ ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ AC ആണ്, എയർ കണ്ടീഷൻ റൂമാണ്. ഈ സൈഡിൽ ബാത്റൂം, ടെലിഫോൺ കാര്യങ്ങളൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ റൂമിന്റെ ഒരു പ്രത്യേകത, ഇവിടുത്തെ ഒരു ഓപ്പൺ, അതായത് പ്രോപ്പർട്ടി വ്യൂ നമുക്ക് കാണാൻ പറ്റും. അതായത് ഈ ഒരു വിഷ്വലിൽ നിങ്ങൾക്ക് കണ്ടറിയാം, നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഒരു വ്യൂ, ഫുൾ വ്യൂ, ഒരു ഗ്ലാസ് വ്യൂ ഇവിടുന്ന് കാണാൻ പറ്റും. നല്ല ഭംഗിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ ഇതാണ് ഇവിടുത്തെ വാഷ്റൂമും നല്ല സ്പേസ് ഉള്ള വാഷ്റൂമാണ് കേട്ടോ. വാഷ്റൂമൊക്കെ നല്ല സർപ്രൈസ് ഒക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഹോട്ട് വാട്ടർ കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല ഭംഗിയായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇവിടുത്തെ ഡബിൾ റൂം കോട്ടേജിലേക്കാണ്. അതായത് ഈ കോട്ടേജിൽ 2 റൂമുണ്ട്, ഡബിൾ റൂം ഉണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഫാമിലി ആയിട്ടൊക്കെ വരുവാണെങ്കിൽ സുഖമായിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റിയ നല്ലൊരു ആംബിയൻസ് ആണ്. ആംബിയൻസ് പറയാൻ കാരണം ഇത് എൻ്റെ ഈ സൈഡിൽ നിങ്ങൾക്ക് കാണാം, ഈ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ഭംഗിയുള്ള കോഫി പ്ലാന്റേഷൻ. പിന്നെ നേരത്തെ നമ്മൾ സിംഗിൾ കോട്ടേജിൽ കണ്ട പോലെ ഇത് ഫ്രണ്ട് ഏരിയ ഫുള്ള് റിവറാണ്, നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടുത്തെ റൂം ഫെസിലിറ്റിയിലേക്ക് പോകും. നമ്മൾ റൂമിന്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ സിംഗിൾ കോട്ടേജിൽ കണ്ടതുപോലെ ഈ ഡബിൾ റൂം കോട്ടേജിലും ഒരു സിറ്റ് ഔട്ട് ഏരിയ ഉണ്ട്. ആ സിറ്റ് ഔട്ട് ഏരിയയിൽ ഒരു സോഫയുണ്ട്. അതുപോലെ തന്നെ സോഫയ്ക്ക് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടെ നല്ലൊരു LED TV സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ടീ കോഫി സർപ്രൈസ്, ടേബിള് കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ റൂമിന്റെ മെയിൻ സവിശേഷതയാണ് 2 ബെഡ്റൂം എന്ന് പറയുമ്പോൾ ബെഡ്റൂം എങ്ങനെയാണ് നമുക്ക് നോക്കാം. AC റൂമാണ്, എയർ കണ്ടീഷൻ റൂമാണ്. നല്ല ബെഡൊക്കെ നല്ല ഭംഗിയായിട്ട് അവർ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ സിംഗിൾ കോട്ടേജിൽ കണ്ടതുപോലെ ഈ റൂമിലും ഒരു ഗ്ലാസ് വ്യൂ ആണിത്. ഇവിടുത്തെ ഗ്ലാസ് വ്യൂ കാണാൻ പറ്റും. പിന്നെ ഇവിടുത്തെ വാഷ്റൂം, ഇതാണ് ഇവിടുത്തെ വാഷ്റൂം വരുന്നത്. വാഷ്റൂം നല്ല ഭംഗിയായിട്ട് നല്ല മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ സെക്കൻഡ് ബെഡ്റൂം ആണ്. ഈ ഡബിൾ റൂം കോട്ടേജിലെ സെക്കൻഡ് ബെഡ്റൂമും കണ്ടോ നല്ല ഭംഗിയായിട്ട് AC റൂമാണ്, നല്ല ഭംഗിയായിട്ട് വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിലും ഒരു വാഷ്റൂം ഒക്കെ ഉണ്ട്. വാഷ്റൂമും അതായത് ഹോട്ട് വാട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല വൃത്തിയായിട്ട്, അതായത് നല്ല ഹൈജീനിക് ആയിട്ട് നല്ല നന്നായി മെയിൻറ്റെയിൻ ചെയ്യും. ഈ പ്രോപ്പർട്ടിയുടെ വേറൊരു പ്രത്യേകതയാണ്, ഈ പ്രോപ്പർട്ടിയുടെ സൈഡിൽ ഒരു റിവർ ഒഴുകുന്നുണ്ട്. നമ്മുടെ കബനി റിവറാണിത്. ഇവിടെ നോക്കിയാൽ നമുക്ക് ഈ റിവറിന്റെ ഭംഗിയൊക്കെ കാണാൻ പറ്റും. പ്രോപ്പർട്ടിയുടെ ഈ ഒരു ബാക്ക് സൈഡിലായിട്ടാണ് റിവർ വരുന്നത്. അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് ഇവിടെ ഒരു സ്പെഷ്യൽ റൂം ഉണ്ട്. നമുക്ക് മേലെ ചെന്നിട്ട് അതിന്റെ സ്പെഷ്യാലിറ്റി എന്നാണ് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ മേളിലേക്ക് റിസപ്ഷന്റെ ബാക്ക് സൈഡിൽ തന്നെയാണ് റൂം വരുന്നത്, റിസപ്ഷന്റെ ടോപ്പിലായിട്ട് മേളിലായിട്ട്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഏരിയ കണ്ടാൽ അറിയാം, ഇതൊരു വലിയൊരു സ്പേസ് ഉള്ള ഒരു ലിവിങ് ഏരിയ പോലത്തെ ഒരു ഏരിയ ആണ്. അതായത് ഈ റൂമിന്റെ ഫ്രണ്ട്, അത് നമുക്ക് അറ്റ് എ ടൈം ഒരു 10 പേർക്കൊക്കെ സുഖമായിട്ട്, ഇപ്പോൾ ബാച്ചിലേഴ്സോ അല്ലെങ്കിൽ വലിയൊരു ഗ്രൂപ്പ് ഫാമിലി ഒക്കെ വരുവാണെങ്കിൽ അറ്റ് എ ടൈം 10 പേർക്ക് സുഖമായിട്ട് ഇവിടെ എക്സ്ട്രാ ബെഡും കാര്യങ്ങളൊക്കെ അവിടെ ഇട്ട് തരും. അത് കൂടാതെ ഈ ഒരു സൈഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു വാഷ്റൂമും ഉണ്ട്. അതായത് ടോട്ടൽ AC ആണ്. ആ ലിവിങ് ഏരിയയും AC ആണ്, അതുപോലെ തന്നെ ഈ റൂമും AC ആണ്. അപ്പോൾ ഈ റൂമിലേക്ക് പറയുകയാണെങ്കിൽ ഇവിടെ ഒരു ബെഡും കാര്യങ്ങളൊക്കെ, കിങ്സ് ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വാഷ്റൂമും കാര്യങ്ങൾ, സെപ്പറേറ്റ് വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ വാഷ്റൂം വരുന്നത്. ഇപ്പോൾ ഹോട്ട് വാട്ടർ കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല വൃത്തിയായിട്ട് നീറ്റായിട്ട് ക്ലീൻ ആയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വലിയൊരു ഗ്രൂപ്പ് ഒക്കെ ആയിട്ട് വരുവാണെങ്കിൽ സുഖമായിട്ട് ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റും. അറ്റ് എ ടൈം ഒരു 10-12 പേർക്ക് സുഖമായിട്ട് ഈ ഒരു സ്പേസിൽ സ്റ്റേ ചെയ്യാൻ പറ്റും. പിന്നെ ഇതാണ് ഇവിടുത്തെ ക്യാമ്പ് ഫയർ ഏരിയ. നല്ലൊരു ഓപ്പൺ പ്ലേസിലാണ് ഇവർ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതായത് ഇവിടെ ഇവർ ക്യാമ്പ് ഫയർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തരും. പിന്നെ അതുകൂടാതെ നമ്മളിപ്പോൾ ഒരു ഗ്രൂപ്പൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ റൗണ്ടിൽ ചെയറൊക്കെ സെറ്റ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് സ്പീക്കറും കാര്യങ്ങളൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട് ഇവർ നല്ല വൃത്തിയിൽ ചെയ്തു തരും ഇവിടെ കാര്യങ്ങളൊക്കെ. പിന്നെ അതുപോലെ തന്നെ ഈ സൈഡിലേക്ക് വരുവാണെങ്കിൽ അവിടെ നല്ലൊരു ബാഡ്മിൻ്റൺ കോർട്ട് ഉണ്ട്. നിങ്ങൾക്ക് ബാഡ്മിൻ്റൺ കളിക്കാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയായിട്ട് ഒരു കോർട്ടൊക്കെ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഒരു ഗ്രൗണ്ടിൽ സെറ്റ് ചെയ്തു. ഈ കാണുന്നതാണ് ഇവിടുത്തെ ഷട്ടിൽ കോർട്ട്. ഇപ്പം നല്ല ഭംഗിയായിട്ട് ഒരു ഓപ്പൺ പ്ലേസിലാണ് ഷട്ടിൽ കോർട്ട്, നല്ല വലിയൊരു ഗ്രൗണ്ടിലാണ് ഈ ഷട്ടിൽ കോർട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്.
അതുപോലെ തന്നെ ഈ ഷട്ടിൽ കോട്ടിൻ്റെ വേറൊരു സവിശേഷതയാണ് ഈ സൈഡിൽ റിവർ ഒഴുകുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മുടെ ഒരു കബനി റിവർ സൈഡിൽ ഒഴുകുന്നുണ്ട്. പിന്നെ ഈവനിങ് ടൈമിലൊക്കെ ആണെങ്കിൽ നമുക്കൊരു ടീ കോഫിയൊക്കെ കുടിച്ചിട്ട് വന്നിരിക്കാൻ പറ്റിയൊരു സ്ഥലം കൂടിയാണ്. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഒരു ബെഞ്ചൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ മുളയൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട് അവർ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ടീ കോഫിയൊക്കെ കുടിച്ച് നല്ല റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റിയ നല്ല ആംബിയൻസ് ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഈ ഒരു ഫ്രണ്ട് ഏരിയ നോക്കുവാണെങ്കിൽ നല്ല നീളത്തിലുള്ള ഗ്രൗണ്ടാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് സ്പേസ് ഉണ്ട്. ഇവിടെ ഒന്ന് സ്പെൻഡ് ചെയ്യാൻ നല്ല അടിപൊളി പ്രോപ്പർട്ടിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഈ പ്രോപ്പർട്ടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അതുപോലെ നമ്പറിനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങൾ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കണും കൂടെ അമർത്തിയാൽ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സൈനിങ് ഓഫ് ജിതിൻ. ടാറ്റാ.